പ്രിയപ്പെട്ട പ്രേക്ഷകരെ, നമ്മളിപ്പോഴുള്ളത് പെരുമ്പാവൂരാണ്. നമ്മൾ ഒരു വളരെ പ്രധാനപ്പെട്ട വാർത്തയിലേക്കൊന്ന് പോകുന്നു. പാർലമെന്റിൽ ഇടതുപക്ഷത്തിന് പ്രസക്തിയില്ലെന്ന ശശി തരൂരിന്റെ പരാമർശം അഹങ്കാരത്തിന്റെ ഭാഷയെന്ന് തിരുവനന്തപുരത്തെ LDF സ്ഥാനാർത്ഥി പന്ന്യൻ രവീന്ദ്രൻ. മത്സരിക്കുന്നത് ജനാധിപത്യത്തിന്റെ ഭാഗമാണ്. തരൂരിനെ പോലൊരു പ്രമാണി ജനങ്ങളെ വെല്ലുവിളിക്കുന്നു. കോടീശ്വരന്മാർക്കൊപ്പം മത്സരിക്കാൻ തനിക്ക് എന്തർഹത എന്നായിരിക്കും തരൂർ ചോദിക്കുന്നതെന്നും പന്ന്യൻ രവീന്ദ്രൻ റിപ്പോർട്ടറിനോട് പറഞ്ഞു. പന്ന്യൻ പറഞ്ഞത് ആദ്യം കേൾക്കാം. പാർലമെന്റിലെ ജനാധിപത്യത്തിന്റെ ഭാഗമാണ് തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്ന സ്ഥാനാർത്ഥികൾക്ക് എല്ലാവർക്കും അവരുടേതായ ബേസ് ഉണ്ട്, അവരുടേതായ സ്പോട്ട് ഉണ്ട്. ആ ഒരു അവസരത്തിൽ ഇതുപോലൊരു വലിയ പ്രമാണി എന്തിനാ അദ്ദേഹം മത്സരം ചോദിച്ചാൽ അത് ജനങ്ങളോടുള്ള വെല്ലുവിളിയാ, അഹങ്കാരത്തിന്റെ ശബ്ദമാണ്. അദ്ദേഹം സംസാരിച്ച അഹങ്കാരത്തിന്റെ ശബ്ദമാണ്. ഈ ജനങ്ങളുടെ കൂടെ ജനങ്ങളുടെ ഒരാളായി ഞാനുണ്ട്. അതുകൊണ്ടായിരിക്കും അദ്ദേഹത്തിന് നമ്മളെ പുച്ഛമായി തോന്നുന്നത്. ജനങ്ങളെ കൂടെ ജനങ്ങൾ ഒരാളായി ഞാൻ വരുന്നത് അദ്ദേഹത്തിന് ഇഷ്ടമല്ല. അവരൊക്കെ വലിയ കോടീശ്വരന്മാരല്ലേ. കോടീശ്വരന്മാരുടെ കൂട്ടത്തിൽ എനിക്ക് മത്സരിക്കാൻ എന്താ അർഹത എന്നായിരിക്കും അദ്ദേഹം ചോദിക്കുന്നത്. അതിന് മറുപടി ജനങ്ങൾ പറയട്ടെ, ഞാനൊന്നും പറയുന്നില്ല. അല്ലമീൻ ചേരുന്നു നമുക്കിപ്പം. അല്ലമീൻ, അല്പസമയം മുമ്പ് ബെന്നി ബെഹനാനും ശശി തരൂർ പറഞ്ഞത് ശരിവയ്ക്കുകയാണ്. ഇടതുമുന്നണി MP-മാർക്ക് പാർലമെന്റിൽ വലിയ പ്രസക്തിയില്ല, എണ്ണം കൊണ്ടും വലിയ പ്രസക്തിയില്ല എന്നാണ് ബെന്നി ബെഹനാനും ശശി തരൂരും പറയുന്നത്. എന്താണ് പന്ന്യൻ രവീന്ദ്രൻ അവർക്ക് കൊടുക്കുന്ന മറുപടി? അരുൺകുമാർ, ഗുഡ് മോർണിംഗ്. കഴിഞ്ഞ ദിവസം നമ്മളോട് സംസാരിക്കുമ്പോഴാണ് ശശി തരൂർ ഇത്തരമൊരു പ്രസ്താവന നടത്തിയത്. ദേശീയ തലത്തിൽ ഇടതുപക്ഷത്തിന് എന്ത് പ്രസക്തി എന്നൊരു ചോദ്യം അദ്ദേഹം ചോദിച്ചു. അതിനുള്ളൊരു മറുപടിയായിട്ടാണ് ഇപ്പോൾ പന്ന്യൻ രവീന്ദ്രൻ രംഗത്ത് വന്നിരിക്കുന്നത്. തരൂരിൻ്റേത് അഹങ്കാരത്തിൻ്റെ ശബ്ദവും വെല്ലുവിളിയുടെ സ്വരവുമാണ് എന്നുള്ളതാണ് പന്ന്യൻ രവീന്ദ്രൻ പറയുന്നത്. എന്ന് മാത്രമല്ല, മത്സരിക്കുക എന്ന് പറയുന്നത് ജനാധിപത്യത്തിൻ്റെ ഭാഗമാണ്. മത്സരിക്കുന്ന സ്ഥാനാർത്ഥികൾക്ക് അവരുടേതായിട്ടുള്ള ഒരു നിലയും വിലയും ഒക്കെ ഉണ്ട് താനും. പക്ഷേ അത് അംഗീകരിക്കാതെ തരൂരിനെ പോലൊരു വലിയ പ്രമാണിയും ഇത്തരമൊരു പരാമർശം നടത്തുന്നത് അത് ഇടതുപക്ഷത്തോടോ ഇടതുപക്ഷ സ്ഥാനാർത്ഥികളോടുള്ള വെല്ലുവിളിയല്ല, മറിച്ച് ജനാധിപത്യത്തോടും ജനങ്ങളോടുമുള്ള വെല്ലുവിളിയായിട്ടാണ് പന്ന്യൻ രവീന്ദ്രൻ അതിനെ ചൂണ്ടിക്കാണിക്കുന്നത്. എന്ന് മാത്രമല്ല, ജനങ്ങളിൽ ഒരാളായിട്ടാണ് താൻ നിൽക്കുന്നത്. ജനങ്ങളുടെ പിന്തുണ തനിക്കുണ്ട്. ഒരുപക്ഷെ അതിലുള്ള പുച്ഛമായിരിക്കാം ഇത്തരം പ്രസ്താവനകൾക്ക് തരൂരിനെ പോലുള്ളവരെ പ്രേരിപ്പിക്കുന്നതെന്നും പന്ന്യൻ രവീന്ദ്രൻ പറയുകയാണ്. മറ്റൊരു കാര്യം കൂടി അദ്ദേഹം പറയുന്നുണ്ട്. തിരുവനന്തപുരത്തിൻ്റെ പൊതുവായൊരു സ്വഭാവം, രണ്ടു ഗടാഗടിയന്മാരായുള്ള സ്ഥാനാർത്ഥികൾ NDAയ്ക്കും UDF-നും വേണ്ടി രംഗത്ത് നിൽക്കുന്നു. അവർക്കിടയിൽ സാധാരണക്കാരനായും പന്ന്യൻ രവീന്ദ്രനുണ്ട്. അത്തരത്തിൽ കോടീശ്വരന്മാർക്കിടയിൽ സാധാരണക്കാരനായ എനിക്കെന്തു അർഹത ഇത്തരത്തിൽ മത്സരിക്കാൻ എന്നൊരു ചോദ്യമായിരിക്കാം തരൂർ ഉദ്ദേശിക്കുന്നതെന്ന് കൂടി അദ്ദേഹം പറഞ്ഞു വെക്കുകയാണ്. അങ്ങനെ സ്ഥാനാർത്ഥികളുടെ ഒരു ജീവിത സാഹചര്യം കൂടി നിർത്തിയുള്ള ഒരു പ്രചരണത്തിലേക്ക് കൂടി കാര്യങ്ങൾ കടക്കുന്നു, അല്ലെങ്കിൽ അത്തരം നിലപാട് കൂടി സ്ഥാനാർത്ഥികൾ സ്വീകരിക്കുന്നു എന്നുള്ളതാണ് മനസ്സിലാക്കാനാകുന്നത്. ഏതായാലും ഈ തരൂരിൻ്റെ ഇത്തരത്തിലുള്ള വെല്ലുവിളിക്ക് ജനങ്ങൾ മറുപടി പറയുമെന്നുകൂടി പന്ന്യൻ രവീന്ദ്രൻ പറയുകയാണ്. കഴിഞ്ഞ ദിവസവും വലിയ രീതിയിലുള്ള വിമർശനം പന്ന്യൻ രവീന്ദ്രൻ ഉന്നയിച്ചിരുന്നു. കാരണം ഈ തെരഞ്ഞെടുപ്പിൻ്റെ പ്രചരണം അവസാന ഘട്ടത്തിലേക്ക് വരുമ്പോൾ UDF-ഉം തരൂരും പറയുന്നൊരു കാര്യമുണ്ട്. തിരുവനന്തപുരത്ത് ത്രികോണ മത്സരമില്ല, മത്സരം UDF-ഉം BJP-യും തമ്മിലാണ് എന്നൊരു തന്ത്രം UDF-ഉം തരൂരും പയറ്റുന്നുണ്ട്. അത് ന്യൂനപക്ഷ വോട്ടുകൾ ഏകീകരിക്കുന്നതിന് വേണ്ടിയാണെന്ന് കൃത്യമായ ഒരു ധാരണ, വിലയിരുത്തൽ ഇടതുമുന്നണിക്കുമുണ്ട്. അതുകൊണ്ട് തന്നെ അതിനെ അതേ നാണയത്തിൽ തിരിച്ചടിക്കുകയാണ് ഇടതുപക്ഷ സ്ഥാനാർത്ഥി പന്ന്യൻ രവീന്ദ്രനും ഇടതുപക്ഷ നേതാക്കളും തിരുവനന്തപുരത്തെ മന്ത്രിമാരും ഒക്കെ തന്നെ. അങ്ങനെ പന്ന്യൻ രവീന്ദ്രൻ ഉൾപ്പെടെയുള്ള തിരുവനന്തപുരത്തെ CPM നേതാക്കളൊക്കെ ശശി തരൂരിനെ വളഞ്ഞിട്ടാക്രമിക്കുന്ന ഒരു സാഹചര്യം കൂടി നമുക്ക് കാണാനാകും. അതിന്റെ തുടർച്ചയായിട്ടാണ് തരൂരിന്റെ കഴിഞ്ഞ ദിവസത്തെ പ്രസ്താവനയോട് ഈ വിധത്തിലുള്ള മറുപടിയുമായി പന്ന്യൻ രവീന്ദ്രൻ തന്നെ രംഗത്തെത്തിയിരിക്കുന്നത്. അരുൺകുമാർ. ഓക്കെ, അല്ലമീനാണ് വിവരങ്ങൾ നൽകിയത്. പന്ന്യൻ രവീന്ദ്രനുമായി അല്ലമീൻ സംസാരിച്ചിരുന്നു. ശശി തരൂർ പറഞ്ഞത് ഇടതുമുന്നണി MP-മാർക്ക് പാർലമെന്റിൽ വലിയ പ്രസക്തിയൊന്നുമില്ല, കാരണം അവരുടെ എണ്ണം 18-ൽ താഴെ ആയതുകൊണ്ട് പരമാവധി 2 മിനിറ്റൊക്കെ സംസാരിക്കാൻ കിട്ടൂ എന്ന രീതിയിലാണ് ശശി തരൂർ പറഞ്ഞത്. അത് LDF വലിയ രീതിയിലൊരു പ്രചരണ വിഷയമാക്കി മാറ്റുന്നുണ്ട്. ഇപ്പോൾ പന്ന്യൻ രവീന്ദ്രന്റെ പ്രതികരണമാണ് നമ്മൾ കേട്ടത്. അല്ലമീനാണ് റിപ്പോർട്ട് ചെയ്തത്.